പറഞ്ഞത് ഈ കെ പി ഓന്നാൻ ആദ്യം മെത്രാപ്പോലിത്തയായി എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ച് വിവാഹിതരായ ആളുകൾക്ക് മെത്രാൻ സ്ഥാനം കൊടുക്കുന്നത് ഓർത്തഡോക്സി അല്ല. കെ പി ഓന്നാൻ വിവാഹിതനും മക്കളുടെ പിതാവുമാണല്ലോ. അപ്പൊ കെ പി ഓന്നാൻ മെത്രാപ്പോലിത്ത എന്ന് പറഞ്ഞാൽ ആംഗ്ലിക്കൻ ചർച്ചിൽ കല്യാണം കഴിച്ചവർക്കാകാം. ഞാൻ പറഞ്ഞു പിടികിട്ടിയോ? അങ്ങനെയാണ് അദ്ദേഹം ആംഗ്ലിക്കൻ സ്റ്റൈലിലുള്ളൊരു മെത്രാനായത്. അത് ആംഗ്ലിക്കൻ സ്റ്റൈലിലുള്ള മെത്രാൻ ഒരു ഗുമ്മ് പോരെന്ന് തോന്നിയോണ്ട് കെ പി ഓന്നാൻ വേഷം ചുവന്നതാക്കി, താടി നീട്ടി, പേര് അത്താനാസിസ് എന്നാക്കി, ഈസ്റ്റേൺ ആക്കി, അങ്ങനെയൊക്കെ ആക്കിയപ്പം ഒരു വ്യാജ മെത്രാനല്ലേ. ഓർത്തഡോക്സിയിൽ എവിടെയാണ് വിവാഹം കഴിച്ചവർ മെത്രാപ്പൊലിത്തായിട്ടിരിക്കുന്നത്? ആ മെത്രാൻ സ്ഥാനത്തെ അംഗീകരിച്ചു യാക്കോബായിലെ മെത്രാന്മാര്, ശ്രേഷ്ഠ കാതോലിക്ക അടക്കം. യാക്കോബായിന്ന് കൈവെപ്പ് കൊടുത്തായിരുന്നോ? യാക്കോബായിന്ന് കൈവെപ്പും മൂറോനും ഒക്കെ കൊടുത്തെന്നാ പറയുന്നത്. അതിന്റെ കാരണം കെ പി ഓന്നാൻ ആകാശത്ത് വലിയൊരു അടയാളം കാണിച്ചു. അങ്ങനെയാണോ? അടയാളം കാണിച്ചോ? കെ പി ഓന്നാൻ ബ്രീഫ് കേസ് തുറന്നൊരു അടയാളം കാണിച്ചു. അതാണ് സീമണി സമ്പ്രദായം. പണം കൊടുത്തു അല്ലേ? പണമല്ലേ, അല്ലാതെ എന്തായിരിക്കും കൊടുത്തിരിക്കും? എനിക്ക് വ്യക്തിപരമായിട്ട് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അതാ ഞാൻ പറഞ്ഞത്. പ്രലോഭനം ഉണ്ടായത് എന്താണ്? ഒരാളെ നമുക്ക് അംഗീകരിക്കണമെങ്കിൽ രണ്ട് പ്രലോഭനം ഉണ്ടാകുന്നത്. ഒന്നുകിൽ അയാൾ എന്തെങ്കിലും അത്ഭുതം കാണിക്കണം, മരിച്ച ഒരാളെ ഉയർപ്പിക്കുവോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയ മിറക്കിൾ ചെയ്താൽ നമ്മൾ അംഗീകരിക്കും, അല്ലെങ്കിൽ നല്ല പണം വരണം. അപ്പൊ ഇത് കെ പി ഓന്നാൻ ഇങ്ങനെ അത്ഭുതമൊന്നും ചെയ്തായിട്ട് നമുക്ക് അറിയില്ല. അപ്പൊ പിന്നെ പണം ആയിരിക്കും കൊടുത്തെന്നൊന്നും ഞാൻ പറയുന്നില്ല, ആയിരിക്കും. അല്ല പിന്നെ എന്തിന് ഈ വിവാഹം കഴിച്ച് പിള്ളേരും ഉണ്ടാക്കി കുടുംബസ്ഥനായിട്ട് ജീവിച്ച മനുഷ്യൻ ഈ വേഷം കെട്ടി നിൽക്കുമ്പം അയാളെ പോയി തിരുമേനി എന്നൊക്കെ വിളിച്ച് യാക്കോബായിലെ ഒരു ചെറുപ്പക്കാരൻ മെത്രാനും അവിടെ പോയി ആ സ്റ്റേജിൽ പോയി നിൽക്കുന്നത് ഞാൻ കണ്ടു. ആ വീഡിയോ എനിക്ക് കെ പി ഓന്നാൻ മെത്രാപ്പോലിത്തായുടെ ഒരു അസിസ്റ്റന്റ് അച്ഛൻ അയച്ചു തന്നു. ഞാൻ ഈ ലൈവ് ഒക്കെ ചെയ്യുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈസ്റ്റേൺ തിയോളജി താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടിക്കോ എന്ന് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ചർച്ച് ഒറിജിനൽ അല്ല, നിങ്ങളുടെ കെ പി ഓന്നാന്റെ പട്ടത്വം ഒറിജിനൽ പട്ടത്വം അല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അന്ത്യോക്യൻ സിംഹാസനം അംഗീകരിക്കുന്ന പട്ടത്താണ് ഞങ്ങളുടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അന്ത്യോക്യൻ സിംഹാസനം നിങ്ങൾക്ക് പട്ടം തന്നായിട്ട് എനിക്കറിയത്തില്ല. കാരണം 2000 വർഷത്തെ ചർച്ച് ഹിസ്റ്ററി പഠിച്ചിട്ട് കല്യാണം കഴിച്ചവരൊന്നും അവരങ്ങനെ മേൽപ്പെട്ട സ്ഥാനം കൊടുക്കുന്നതായിട്ട് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നോക്കൂ, നിങ്ങളുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാബ നിൽക്കുന്നു. ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. അത് കഴിഞ്ഞപ്പോ ഒരു വീഡിയോ അയച്ചു തന്നു. യാക്കോബായിൽ ഒരു തിരുമേനി പോയി കെ പി ഓന്നാനെ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. അപ്പം അത് എവിടെയാണ് ഓർത്തഡോക്സി? അപ്പൊ ഒരു അസോസിയേഷൻ തീരുമാനം ഇല്ലാതെ ഒരാള് സ്വന്തം ഇഷ്ടത്തിന് മെത്രാപ്പോലിത്ത ആകുമ്പോൾ അതിനെ അംഗീകരിക്കുന്നു. അപ്പൊ അത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത്രയും പാരമ്പര്യവും ഇത്രയും കഴിവും ഒക്കെ ഉള്ള ആളുകളാണ്.